ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ ഒരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ഫിസിഷ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും പ്രാപ്തിയായ വ്യക്തി തന്നെയാണ് നമ്മോടൊപ്പമുള്ളത്. കാരണം US-ലുള്ള പോപ്പോൾ 6th ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ക്രേറ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാപ്രോ ടെക്നോളജിയിലും NFPയിലും മെഡിക്കൽ കൺസൾട്ടൻ്റാണ് ഡോക്ടർക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ പൊതുവെ മലയാളികളിൽ ഇടയ്ക്കൊരുന്ന കാര്യമാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി മത്സരിക്കുള്ളൂ. ഒരാളുടെ വീടിനേക്കാൾ എങ്ങനെ മനോഹരമായിട്ട് ഒരു വീടുണ്ടാക്കാം. അതെപ്പോഴും കാണുന്നുണ്ട്. വീട് നമ്മൾ ഭയങ്കര സ്ട്രക്ചറൊക്കെ പുതുക്കി പണയുന്നു, ചിലപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നു, പക്ഷെ ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കണം, വീട് എങ്ങനെ കുടുംബമാക്കാം എന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആൾക്കാർ ചിന്തിക്കാറില്ല. എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. നമുക്ക് അതിനുള്ളൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അല്ലേ? സോ നമ്മൾ അന്നേരം ചിന്തിക്കേണ്ടത് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കും അല്ലേ? എങ്ങനെയൊക്കെയാണ് വീടുണ്ടാക്കേണ്ടത്, ആ വീട്ടിലുള്ള ഷേപ്പ് എന്തായിരിക്കണം, ഓരോ മുറിയുടെ ഉപയോഗം എന്തായിരിക്കണം, അതൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കും. പക്ഷെ ഒരു കുടുംബത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ ശരിക്കും എങ്ങനെയാണ് പണിയേണ്ടത്? ഇത് നമ്മൾ സഭയുടെ ഒരു നല്ലൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഹ്യൂമാനെ വിറ്റേ. അത് വേറൊരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ കോൺട്രസെപ്ഷനും അങ്ങനത്തെ സ്റ്റെറിലൈസേഷൻസിൻ്റെ മെത്തേഡ്സൊക്കെ വളരെ വിപുലമായിക്കൊണ്ടിരുന്ന 1960s പോൾ ദ സിക്സ്ത് എഴുതിയ ഒരു ചാക്രിക ലേഖനമാണ് ഹ്യൂമാനിറ്റി. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡോക്യുമെൻ്റ് കേട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് പറ്റുമെങ്കിലും വായിക്കണം. അപ്പം ആ ഹ്യൂമാനിറ്റിയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്, കോൺജുഗൽ ലവിനെ പറ്റി പറയുന്നുണ്ട്, റെസ്പോൺസിബിൾ പാരൻറ്ഹുഡിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഓരോ കുടുംബനാഥനും നാഥയും വായിച്ചിരിക്കേണ്ട ഒരു ചാക്രിക ലേഖനമാണ്. കാരണം നമ്മുടെ ഹ്യൂമാനിറ്റി നമ്മുടെ കുടുംബത്തിനെ നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, അതിൽ നിന്ന് ഇത് ഹ്യൂമാനിറ്റിയുടെ കോപ്പിയാണ്, അതിൽ നിന്ന് ഞാനൊന്ന് വായിക്കണം. അപ്പം ഇത് കുഞ്ഞുങ്ങളുടെ പറ്റിയാണ്. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം, അതിനെപ്പറ്റി നമ്മളെങ്ങനെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ലിറ്റിൽ ബിറ്റ് ഞാനൊന്ന് വായിക്കാം. സോ റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് ഇൻ റിലേഷൻ ടു ദ ഫിസിക്കൽ, economic, psychological and social conditions, responsible parenthood is exercised either by the deliberate and generous decision to raise a numerous family. അപ്പം പറയുന്നത് കണക്കിലെടുക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തികവും പരസ്പരമുള്ള ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ, സാമ്പത്തികം, എക്കണോമിക്, സൈക്കോളജിക്കൽ, മാനസികം, സോഷ്യൽ കണ്ടീഷൻസ്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് റെസ്പോൺസിബിൾ പാരൻറ്ഹുഡിനെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ബേസിസിൽ നമുക്കൊരു ഡെലിബറേറ്റ് ആൻഡ് ജനറസ് ഡിസിഷൻ, അതായത് ഉദാരമായൊരു തീരുമാനം നമുക്കെടുക്കാം. ഒരു വലിയ കുടുംബം നമുക്ക് വേണമെങ്കിൽ, അധികം മക്കളുള്ള ഒരു വലിയ ദാറ്റ്സ് ഫോമിങ് ഓഫ് ഫാമിലീസ്. നമ്മൾ പറഞ്ഞു കുടുംബത്തെ നമ്മളെങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ ബോധപൂർവം എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അതാണ് പറയുന്നത് ഡെലിബറേറ്റ് ഡിസിഷൻ. ഇറ്റ്സ് എ ഡെലിബറേറ്റ് ആൻഡ് ജനറസ് ഡിസിഷൻ. പക്ഷേ അത് ഒരു തോട്ടുമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. വളരെ ചിന്തിച്ചാണ് ഭാര്യയും ഭർത്താവും ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ഫിസിക്കൽ, എക്കോണമിക്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസിനെ പറ്റി ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് കുടുംബത്തിൻ്റെ. Can I offer a generous family? Can I have many people in my family? ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മറുവശം. ഇപ്പം കുഞ്ഞുങ്ങൾ വേണ്ട അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്? Or by the decision made for grave motives. Okay, there should be a grave motive. Okay, grave motives, and with due respect for the moral law. Okay, to avoid for the time being or even for an indeterminate period a new birth. അതുകൊണ്ട് വളരെ സഭയുടെ കീഴിൽ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ കാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഇപ്പം ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ആയിരിക്കാം, കുറച്ച് കാലത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, അന്നേരം നമ്മൾ മോറൽ ലോയ്ക്ക് ഇതിനുള്ളിൽ നിന്നുകൊണ്ട്, അതായത് നമുക്ക് അനുവദനീയമായിട്ട് ധാർമ്മികമായ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. അതിന് നമുക്ക് ധാർമ്മികമായ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലൈക്ക് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം സ്പേസ് ചെയ്യാനായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പം ഒരു കുഞ്ഞുണ്ടായി, ഉടനെ തന്നെ വേറൊരു കുഞ്ഞ് വേണ്ട എങ്കിൽ നമുക്ക് അറിവ് വേണം. ഹൗ ഡു ഐ യൂസ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഇഫ് ഐ വോണ്ട്
ടു സ്പേസ് മൈ ചിൽഡ്രൻ ഫോർ മൈ വൈഫ്സ് ഹെൽത്ത്. അപ്പോൾ ഭാര്യയും ഭർത്താവും ആലോചിക്കണം. നമുക്ക് ഗ്രേവ് റീസൺസ്, ഹെൽത്ത് ഒരു റീസൺ ആകാം, ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ഒരു റീസൺ, ചിലപ്പം ആദ്യത്തെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുള്ളതായിരിക്കാം. അപ്പം നമുക്ക് സ്പേസ് ചെയ്യണമെങ്കിൽ നമ്മൾ മോറലായ വഴികൾ ഉപയോഗിച്ച് അതെങ്ങനെ ധാർമ്മികപരമായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ കുടുംബം എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഹൗ മെനി ചിൽഡ്രൻ ഡു ഐ വോണ്ട് ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം, ദ റെസ്പോൺസിബിൾ എക്സസൈസ് ഓഫ് പാരൻറ്റ്ഹുഡ് implies therefore that husband and wife recognize fully their own duties. എന്നൊരു ലിസ്റ്റാണ് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹസ്ബൻഡ്സ് ഡിസിഷൻ ഓർ വൈഫ്സ് ഡിസിഷൻ. രണ്ടുപേരും അവരെന്താണ് ആലോചിക്കുന്നത്? ദേ റെക്കഗ്നൈസ് ഫുള്ളി ദെയർ ഓൺ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ഗോഡ്, ടുവേർഡ്സ് ദെംസെൽവ്സ്, ദൈവത്തിനോട് നമ്മളോടും, ടുവേർഡ്സ് ദ ഫാമിലി അവർക്ക് ഓൾറെഡി ഉള്ള കുടുംബത്തോടും, ആൻഡ് ടുവേർഡ്സ് സൊസൈറ്റി. ഇത് 4 കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. ദൈവത്തിനോടും നമ്മളോടും കുടുംബത്തോടും സൊസൈറ്റിയോടും കൂടി. അത് കറക്റ്റ് ഹൈറാർക്കി എന്ന് വെച്ചാൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇൻ എ കറക്റ്റ് ഹൈറാർക്കി ഓഫ് വാല്യൂസ് ഇതാണ് പറയുന്നത്. ഇതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ വേണം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ. ഇപ്പം ഞാൻ പഠിക്കുകയാണോ ദൈവത്തിൻ്റെ ഹിതം, അതോ ഞാനിപ്പോൾ അമ്മയാവുകയാണോ ദൈവത്തിൻ്റെ ഹിതം, ഞാൻ ജോലിക്ക് പോകുന്നതാണോ ദൈവത്തിൻ്റെ ഹിതം. നമ്മളിത് മനസ്സിലാക്കണം, ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരാലോചിക്കണം അവരുടെ ജീവിതത്തിൻ്റെ ഇതിൽ ഇതെങ്ങനെയാണ് അത് പ്ലേ ഔട്ട് ചെയ്ത് വരുന്നത്. പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾ 2-3 കുട്ടികൾ നമ്മൾ അടുപ്പിച്ചുണ്ട്. ഇപ്പം മൂന്നാമത് അല്ലെങ്കിൽ 4മതൊരു കുഞ്ഞ് ഇപ്പം വരുന്നത് ആ കുടുംബത്തിൽ എക്സിസ്റ്റിംഗ് ആയ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് എത്രത്തോളം ക്ഷേമം നൽകുന്ന ഒന്നാണോ അല്ലയോ. അങ്ങനെ അവരെ നമുക്ക് നോക്കാം. പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇറ്റ്സ് എ വില്ലേജ് ദാറ്റ് റേസസ് എ ചൈൽഡ്. ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ഉണ്ട്, സഹായമുണ്ട്. ഇപ്പം ഭാര്യയും ഭർത്താവും മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ ഇപ്പം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, സാധിക്കുന്നില്ല എങ്കിൽ ഒരു നിശ്ചിതമായ സമയം എന്ന് വെച്ചാൽ ആ പിള്ളേർ ഒന്ന് അല്പം വലുതാകുന്നവരെ, ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് ആകുന്നത് വരെ നമുക്ക് ദൈവം നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന മാർഗങ്ങളിലൂടെ, നാച്ചുറൽ മെത്തേഡ്സിലൂടെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ സ്പേസ് ചെയ്യാം. ഇതിൽ സ്ത്രീയുടെ ഹെൽത്തും കുഞ്ഞുങ്ങളുടെ ഹെൽത്തും എക്കണോമിക് കണ്ടീഷൻസും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ആ സമയത്ത് ദൈവത്തിൻ്റെ പ്ലാനും ഇതെല്ലാം നമ്മൾ കണക്കാക്കേണ്ടത്. ബട്ട് ഇൻ ദ റൈറ്റ് ഓർഡർ. ദ ഹൈറാർക്കി ഈസ് ഓൾവേസ് ഫോർ ഗോഡ്സ് വിൽ ഇൻ യോർ. ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്കായിട്ട് എപ്പോഴും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ അഡ്വൈസ് തേടും, വാസ്തുക്കാരുടെ ചില ആൾക്കാരൊക്കെ തേടും. അങ്ങനെ പലതും നോക്കിയാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പം നമ്മൾ കുടുംബം പണിയുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങൾ നോക്കണം. കുടുംബം പണിയുമ്പോൾ ബേസിക്കലി ഹസ്ബൻഡും വൈഫും പ്ലസ് ഗോഡ്, ദൈവവും കൂടി ചേർന്ന് കുടുംബമാണ്. ആൻഡ് എക്സിസ്റ്റിംഗ് ചിൽഡ്രൻ ഓൾസോ, സൊസൈറ്റിയിൽ നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ കുടുംബം പണിയേണ്ടത്. അതിന് വളരെ സിമ്പിളായ ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ചിന്തയില്ലാതെ നമ്മൾ വെറുതെ ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം ഭാര്യയും ഭർത്താവും യോജിക്കുന്നത് ഒരു ഡിവൈൻ മിസ്റ്ററിയും ഡിവൈൻ പേർപ്പസോടെയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ ഡിവൈൻ പർപ്പസ് ദൈവത്തിനോട് ഒത്തുചേർന്ന് ആണ് നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരേണ്ടത്. ഓക്കെ ഡോക്ടർ, നമ്മളിന്ന് സംസാരിച്ചത് ഒരു കുടുംബം എങ്ങനെ മനോഹരമായിട്ട് വളർത്തിക്കൊണ്ടുവരാം അല്ലെ പരിപാലിച്ചു കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടു ഇപ്പോൾ വീട് പണി നമുക്ക് എളുപ്പമാണ്, പക്ഷേ അത്യാവശ്യം സാമ്പത്തികം നമുക്ക് നന്നായിട്ടൊരു വീട് പണി. പക്ഷെ ഒരു കുടുംബം പണിയുന്നതിന് സാമ്പത്തികം പോരാ. അവിടെ എല്ലാം ഒത്തിരി ഘടകങ്ങൾ വരുന്നുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പരമായ ധാരണയും അവർ തമ്മിലുള്ള അടുപ്പവും എല്ലാം വരുന്നുണ്ട്. ആ ഒരു ഇതിൽ നിന്നാണ് നല്ലൊരു കുടുംബം രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ നമുക്ക് നല്ല കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിനും ആവശ്യമാണ്. വീടുകൾ പണിയുന്നതിനേക്കാൾ ഉപരി നമുക്ക് നല്ല കുടുംബങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് എല്ലാവരും പ്രയത്നിക്കട്ടെ എന്ന് ആശംസിക്കാം. നന്ദി ഡോക്ടർ. താങ്ക് യു.